ജന്മഭൂമിയിലേക്ക് സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നാലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ മറ്റു ക്ഷേത്രങ്ങളിലും തിരുവാഭരണ കൊള്ളയെന്ന് വ്യക്തമാക്കി തിരുവാഭരണം കമ്മീഷണറുടെ കത്ത്. നെയ്യാറ്റിങ്കര അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണറുടെ കീഴിലെ വിവിധ ക്ഷേത്രങ്ങളിലെ രജിസ്റ്റർ പരിശോധനയിൽ സ്വർണ്ണക്കട്ടിയും തൃക്കണ്ണും തിരുമുഖവും സ്വർണ്ണമുദ്ര പൊതിയുമടക്കം അമൂല്യ വസ്തുക്കളുടെ വിവരങ്ങളിൽ വ്യക്തതയില്ലെന്ന് തിരുവാഭരണം കമ്മീഷണറുടെ കത്തിൽ പരാമർശം. ക്രമക്കേട് കണ്ടെത്തിയത് 20ഓളം ക്ഷേത്രങ്ങളിലെ കോടികൾ മൂല്യമുള്ള തിരുവാഭരണങ്ങളുടെ രജിസ്റ്ററുകളിലും കണക്കുകളിലും. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ആരംഭിച്ചു. ജൂലൈ 31 വരെയാണ് നിരോധനം. 52 ദിവസമാണ് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നലെ അർദ്ധരാത്രിയിൽ നീണ്ടകര പാലത്തിന്റെ തൂണുകൾ ബന്ധിപ്പിച്ച് ചങ്ങല സ്ഥാപിച്ച് താഴിട്ടു. ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടറുടെ പക്കൽ സൂക്ഷിച്ചിരുന്ന ചങ്ങലയും പൂട്ടുമാണ് തൂണുകൾ ചേർത്ത് ബന്ധിച്ചത്. സംസ്ഥാനത്ത് കൊല്ലത്ത് മാത്രമാണ് ട്രോളിംഗ് നിരോധനത്തിന് ഇത്തരത്തിൽ ചങ്ങല കെട്ടി താഴിട്ട് പൂട്ടുന്നത്. സംസ്ഥാനത്ത് കാലവർഷത്തിന്റെ ശക്തി കുറയുന്നു. എങ്കിലും ചക്രവാത ചുഴിയുടെ സ്വാധീന ഫലമായി സംസ്ഥാനത്ത് വെള്ളിയാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് റെഡ്, ഓറഞ്ച് അലേർട്ടുകൾ ഇല്ല. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ്. ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. 20 മുതൽ 50 കിലോമീറ്റർ വരെ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. വടക്കൻ കർണാടകയുടെ ഉൾപ്രദേശങ്ങൾക്കും അതിന്റെ സമീപ പ്രദേശങ്ങൾക്കും മുകളിലായാണ് ചക്രവാത ചുഴി നിലനിൽക്കുന്നത്. വെള്ളിയാഴ്ച എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലും ശക്തമായ മഴയാണ് പ്രതീക്ഷിക്കുന്നത്. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ കാറ്റും മഴയും തുടരുന്ന സാഹചര്യത്തിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും പുറപ്പെടുവിച്ചിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ പൊതുജനങ്ങൾ പാലിക്കണമെന്നും അറിയിച്ചിട്ടുണ്ട്. റോഡ് പണിയുടെ ബില്ലുകൾ പാസാക്കാൻ PWD കോൺട്രാക്ടറിൽ നിന്ന് 10,000 രൂപ കൈക്കൂലി വാങ്ങിയ ഉദ്യോഗസ്ഥൻ അറസ്റ്റിൽ. കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ഓഫീസിലെ ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയറും ഓടമ്പ്ര സ്വദേശിയുമായ നവീൻ രവിയെയാണ് വിജിലൻസ് സംഘം പണം കൈപ്പറ്റുന്നതിനിടെ പിടികൂടിയത്. PWD കോൺട്രാക്ട് പണികൾ ഏറ്റെടുത്ത് ചെയ്യുന്ന പരാതിക്കാരൻ കോഴിക്കോട് ജില്ലയിലെ പല പഞ്ചായത്തുകളിലും റോഡ് വർക്കുകളുടെ കരാറുകൾ ഏറ്റെടുത്തിരുന്നു. കിഴക്കോത്ത്, താമരശ്ശേരി പഞ്ചായത്തുകളിൽ പൂർത്തീകരിച്ച 2 റോഡ് പണികളുടെ ബില്ലുകൾ അസിസ്റ്റന്റ് എഞ്ചിനീയർ അളവെടുത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അംഗീകരിച്ച ശേഷം ജില്ലാ പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രൈസ് സോഫ്റ്റ്വെയർ വഴിയും നേരിട്ടും അയച്ചിരുന്നു. ഒറ്റപ്പാലത്ത് വിരമിച്ച റവന്യൂ ഉദ്യോഗസ്ഥനുമായി സൗഹൃദം സ്ഥാപിച്ച് 20 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തെന്ന കേസിൽ സ്ത്രീ അറസ്റ്റിൽ. വടക്കഞ്ചേരി പരുവാശ്ശേരി USB ഗാർഡനിൽ പ്രിൻസിയാണ് അറസ്റ്റിലായത്. ഒറ്റപ്പാലം സ്വദേശിയായ റവന്യൂ ഉദ്യോഗസ്ഥന്റെ പരാതിയിലാണ് നടപടി. 2006-ൽ പരാതിക്കാരൻ ഒറ്റപ്പാലം ലാൻഡ് ട്രൈബ്യൂണലിൽ ജോലി ചെയ്തിരുന്ന സമയത്താണ് പ്രിൻസിയുമായി സൗഹൃദത്തിലായത്. വിവിധ ഘട്ടങ്ങളിലായി ഓരോ ആവശ്യം പറഞ്ഞ് പണവും മൊബൈൽ ഫോണുകളും വസ്ത്രങ്ങളുമെല്ലാം സ്വന്തമാക്കിയെന്നാണ് പോലീസ് പറയുന്നത്. പിന്നീട് പരാതിക്കാരനുമായുള്ള ബന്ധം വീട്ടിലറിഞ്ഞെന്നും പ്രശ്നമായെന്നും ഇയാളെ അറിയിച്ചു. ഇനി താമസിക്കാൻ വീട് വേണമെന്നും ഇതിന് പണം വേണമെന്നും ആവശ്യപ്പെട്ടു. തുടർന്ന് കേരള ബാങ്കിൽ നിന്ന് 5 ലക്ഷം രൂപ വായ്പയെടുത്ത് നൽകേണ്ടി വന്നു. പിന്നീട് ഘട്ടം ഘട്ടമായി കൂടുതൽ പണം ഭീഷണിപ്പെടുത്തി കൈക്കലാക്കിയെന്നാണ് പോലീസ് പറയുന്നത്. ഭീഷണി കൂടിയതോടെ കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഒറ്റപ്പാലം പോലീസിൽ പരാതി നൽകിയത്. KSRTC ബസ്സുകളിൽ സ്ത്രീകളുടെ സൗജന്യ യാത്രാ മാനദണ്ഡങ്ങൾ ഇന്നത്തെ മന്ത്രിസഭാ യോഗം തീരുമാനിക്കും. ആദ്യഘട്ടത്തിൽ സൗജന്യ യാത്ര ഓർഡിനറി ബസ്സുകളിലാണെന്നാണ് വിവരം. മറ്റു ബസ്സുകളിലേക്ക് പദ്ധതി വ്യാപിപ്പിക്കുമെന്നതിൽ തീരുമാനം ലാഭനഷ്ട കണക്കുകൾ പഠിച്ച ശേഷമായിരിക്കും. ക്യാബിനറ്റിന് ശേഷം മുഖ്യമന്ത്രി പ്രഖ്യാപനം നടത്തിയേക്കും. കേരളത്തിൽ 3 വർഷം ജോലി ചെയ്ത ശേഷം ബംഗ്ലാദേശിലെത്തി ഭാരതത്തിനെതിരെ വാട്സാപ്പ് സ്റ്റാറ്റസ് ഇട്ട ജുവൽ കിങ്ങിനെ പറ്റി ഭീകരവിരുദ്ധ സേന അന്വേഷണം തുടങ്ങി. ഐ ലവ് ബംഗ്ലാദേശ് എന്ന ശീർഷകത്തിൽ അതിർത്തിയിൽ AK-47 തോക്കുപിടിച്ചു നിൽക്കുന്ന സ്വന്തം ചിത്രം ഇയാൾ സ്റ്റാറ്റസായി ഇട്ടത് സംബന്ധിച്ച് ജന്മഭൂമി പ്രസിദ്ധീകരിച്ച വാർത്തയെ തുടർന്നാണ് ഭീകരവിരുദ്ധ സേന അന്വേഷണം ആരംഭിച്ചത്. ഇയാൾക്കുള്ള ഭീകരബന്ധം സൂചിപ്പിക്കുന്ന സ്റ്റാറ്റസ് മണിക്കൂറുകൾക്കുള്ളിൽ അപ്രത്യക്ഷമായെങ്കിലും ജുവലിന്റെ പ്രൊഫൈൽ ചിത്രം ഇയാൾ ബംഗ്ലാദേശിന്റെ ധാക്കയിലാണുള്ളതെന്ന് വ്യക്തമാക്കുന്നു. ജുവൽ കിങ്ങിനെ വാട്സാപ്പിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും റിംഗ് ചെയ്തതല്ലാതെ പ്രതികരണമുണ്ടായില്ല. എന്നാൽ അല്പസമയത്തിന് ശേഷം താൻ പൂനെയിലാണെന്നും പുതിയ ഷോപ്പ് തുടങ്ങിയെന്നും മറുപടി ലഭിച്ചു. ഒപ്പം ഒരു കടയുടെ ചിത്രവും അയാൾ അയച്ചു. നിങ്ങളിപ്പോൾ ബംഗ്ലാദേശിലല്ലേ, നിങ്ങൾ ബംഗ്ലാദേശി പൗരനല്ലേ എന്ന് ആരാഞ്ഞപ്പോൾ ഇംഗ്ലീഷ് അക്ഷരമായ Y ആയിരുന്നു മറുപടി മെസ്സേജ്. ബില്ലോ വൗച്ചറോ കൂടാതെ ശബരിമലയിൽ നിത്യപൂജാ സാധനങ്ങൾ കൈപ്പറ്റുന്നതിനെ ന്യായീകരിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സമർപ്പിച്ച സത്യവാങ്മൂലം ഹൈക്കോടതി തള്ളി. 10 വർഷത്തെ അഷ്ടാഭിഷേകം, മഹാനിവേദ്യം, ഗണപതി ഹോമം തുടങ്ങിയ വഴിപാടുകളുടെ മുഴുവൻ രേഖകളും 10 ദിവസത്തിനകം ഹാജരാക്കണമെന്നും ജസ്റ്റിസ് V രാജവിജയരാഘവൻ, ജസ്റ്റിസ് KV ജയകുമാർ എന്നിവരുൾപ്പെട്ട ദേവസ്വം ബെഞ്ച് നിർദ്ദേശിച്ചു. സുനിൽ സ്വാമി എന്ന സുനിൽ
കുമാറോ മറ്റു സ്പോൺസർമാരോ നൽകിയ സാധനങ്ങളുടെ വിവരങ്ങൾ, സ്റ്റോക്ക് രജിസ്റ്റർ എന്നിവ സമർപ്പിക്കണം. ദേവസ്വം ബോർഡിന്റെ കണക്കുകൾ പരിശോധിച്ച ഓഡിറ്റർമാരുടെ വിവരങ്ങളും ഓഡിറ്റ് റിപ്പോർട്ടുകളും ഹാജരാക്കണം. നിലവിലെ രീതികൾ സുതാര്യമാണോ എന്ന് പരിശോധിക്കാൻ സംസ്ഥാന ഓഡിറ്റ് വകുപ്പിനും കോടതി നിർദ്ദേശം നൽകി. കേരളത്തിലെ വിവിധ സർവകലാശാലകളിലേക്ക് ഗവർണർ നിയമപ്രകാരം നടത്തിയ നാമനിർദ്ദേശങ്ങൾക്കെതിരെ വ്യാജ വാർത്തകൾ നിർമ്മിച്ചും സംഘടിത ആക്രമണം നടത്തിയും ഇടതുപക്ഷം ജനാധിപത്യ മൂല്യങ്ങളെ വെല്ലുവിളിക്കുകയാണെന്ന് ഫെഡറേഷൻ ഓഫ് യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് സംഘ്. സർവകലാശാല ചട്ടങ്ങൾ പൂർണ്ണമായി പാലിച്ചുകൊണ്ട് ചാൻസലർ നടത്തിയ ഈ നാമനിർദ്ദേശങ്ങളെ എതിർക്കുന്നതിലൂടെ സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തങ്ങളുടെ കക്ഷി രാഷ്ട്രീയ പരിധിയിൽ മാത്രം നിർത്താനുള്ള അവസാന ശ്രമങ്ങളാണ് ഇടതുപക്ഷം നടത്തുന്നത്. മറ്റ് സർവകലാശാലകളെ പോലെ മഹാത്മാഗാന്ധി സർവകലാശാലയും ഇടതുപക്ഷത്തിന്റെ മാത്രം കുത്തകയായിരുന്നു. ഇവിടുത്തെ അഴിമതികൾ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഒരു വിഭാഗം അധ്യാപകർ ചാൻസലർക്ക് പരാതി നൽകിയതാണ് ഇപ്പോൾ ഇടതുപക്ഷം വ്യാജ വാർത്തകളുമായി രംഗത്തിറങ്ങാൻ പ്രധാന കാരണമെന്ന് സർവകലാശാലയിലെ ജീവനക്കാരും അധ്യാപകരും ചൂണ്ടിക്കാണിക്കുന്നു. ദേശീയപാതയിൽ സൂപ്പർഫാസ്റ്റ് ബസ് വൺവേ തെറ്റിച്ചോടിയ സംഭവത്തിൽ ജീവനക്കാർക്കെതിരെ നടപടിയുമായി KSRTC. ബസ്സിലെ ഡ്രൈവർ, കണ്ടക്ടർ ചുമതലയിൽ ഉണ്ടായിരുന്ന 2 ജീവനക്കാരെയും സർവീസിൽ നിന്ന് അടിയന്തരമായി നീക്കം ചെയ്തതായി CMD അറിയിച്ചു. ഇവർക്കെതിരെയുള്ള തുടരന്വേഷണ നടപടികൾ പുരോഗമിക്കുകയാണെന്നും CMD പ്രമോദ് ശങ്കർ പറയുന്നു. ജൂൺ 3 നെയ്യാറ്റിൻകര യൂണിറ്റിലെ KS 600 സൂപ്പർഫാസ്റ്റ് ബസ് നെയ്യാറ്റിൻകരയിൽ നിന്നും കണ്ണൂരിലേക്ക് സർവീസ് നടത്തുന്നതിനിടെയാണ് സംഭവം. കോഴിക്കോട് പന്തീരാങ്കാവ് ടോൾ പ്ലാസയ്ക്ക് സമീപം വെച്ച് ബസ് ജീവനക്കാർ ട്രാഫിക് നിയമങ്ങൾ കാറ്റിൽ പറത്തി സർവീസ് തുടരുന്നത് ദൃശ്യങ്ങൾ സഹിതം പ്രചരിച്ചിരുന്നു. കേരളത്തിലെ വനമേഖലയോട് ചേർന്ന പ്രദേശങ്ങളിൽ ഏറ്റവും നല്ല ശുദ്ധവായു ലഭിക്കുന്ന സ്ഥലം തട്ടേക്കാടെന്ന് പഠനം. വനംവകുപ്പിന്റെ നിർദ്ദേശാനുസരണം വനമേഖലയോട് ചേർന്ന സ്ഥലങ്ങളിലെ വായു ഗുണനിലവാരം സംബന്ധിച്ച് നാഷണൽ സേഫ്റ്റി കൗൺസിൽ കേരള ചാപ്റ്റർ നടത്തിയ പഠനത്തിലാണ് മാലിന്യരഹിതമായ ശുദ്ധവായു ലഭിക്കുന്ന ഇടമായി തട്ടേക്കാടിനെ കണ്ടെത്തിയത്. വനാന്തരത്തിൽ അനുഭവപ്പെടുന്ന അതേ സൂക്ഷ്മ കാലാവസ്ഥയാണ് ഇവിടെയും. കേരളത്തിലെ വനം പരിസ്ഥിതി കേന്ദ്രങ്ങളിലെ വായു ഗുണനിലവാരം സംബന്ധിച്ച് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 30ഓളം സ്ഥലങ്ങളിലെ സാഹചര്യങ്ങൾ സമഗ്രമായി വിശകലനം ചെയ്താണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. ലഹരി കൈമാറാൻ പുതിയ തന്ത്രങ്ങളുമായി മയക്കുമരുന്ന് സംഘങ്ങൾ. ഇടപാടുറപ്പിച്ചാൽ ലഹരി വസ്തുക്കൾ സുരക്ഷിത ഇടങ്ങളിൽ ഇട്ടുകൊടുക്കുന്നതാണ് ഇപ്പോഴത്തെ രീതി. ഡ്രോപ്പ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. വഴിയോരത്തോ പൊതുസ്ഥലങ്ങളിലോ ലഹരി സാധനങ്ങൾ ആരും ശ്രദ്ധിക്കാത്ത തരത്തിൽ ഇട്ട ശേഷം ഇടപാടുകാരന് ലാൻഡ്മാർക്ക് അയച്ചു കൊടുക്കും. ആവശ്യക്കാരൻ സാധനമെടുക്കാൻ എത്തുമ്പോഴേക്കും ഇട്ടയാൾ കിലോമീറ്ററുകൾ കടന്നിരിക്കും. ഉദാഹരണത്തിന്, പാനീയങ്ങൾ കുടിക്കാനുള്ള പ്ലാസ്റ്റിക് സ്ട്രോയിൽ MDMA നിറച്ച് ഇരുവശവും ചൂടാക്കി ഒട്ടിക്കും. ഈ സ്ട്രോ വഴിയരികിൽ അലക്ഷ്യമായി ഇട്ട ശേഷം ഇടപാടുകാരന് സമൂഹ മാധ്യമം വഴി സ്ഥലത്തിന്റെ ഫോട്ടോയും വീഡിയോയും അയക്കും. കൊച്ചിയിലെ മാളുകളുടെ പാർക്കിങ്ങിലെ തൂണുകളുടെ സമീപം ഇട്ട ശേഷം തൂണുകളുടെ അടയാള നമ്പർ അയച്ചു കൊടുക്കുന്നതും മറ്റൊരു രീതിയാണ്. മെട്രോ പില്ലറുകളാണ് മറ്റൊരു പ്രധാന പോയിന്റ്. തമിഴ്നാടനും സംവിധായകനുമായ ഭാരതിരാജ വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് തിങ്കളാഴ്ച അന്തരിച്ചു. അദ്ദേഹത്തിന് 84 വയസ്സായിരുന്നു. ചെന്നൈയിലെ വസതിയിൽ വെച്ചാണ് ഭാരതിരാജ അന്ത്യശ്വാസം വലിച്ചത്. 2020 പുറത്തിറങ്ങിയ മീനും ഒരു മറിയത്തയായിരുന്നു ഭാരതിരാജയുടെ ഏറ്റവും അവസാനത്തെ സംവിധാന സംരംഭം. അടുത്ത കാലത്തായി ആയുധെഴുത്ത്, പാണ്ഡ്യനാട്, ഈശ്വരൻ, തിരുച്ചിത്രമ്പലം, മഹാരാജ എന്നീ ചിത്രങ്ങളിൽ അഭിനയിച്ച ഭാരതിരാജ അഭിനേതാവായും സജീവമായിരുന്നു. മോഹൻലാലും ശോഭനയും അഭിനയിച്ച തരുൺ മൂർത്തിയുടെ 2025 തുടരുമെന്ന ചിത്രത്തിലാണ് അദ്ദേഹം അവസാനമായി സ്ക്രീനിൽ പ്രത്യക്ഷപ്പെട്ടത്. 2024 മാർച്ചിൽ 48 വയസ്സുള്ളപ്പോൾ ഹൃദയാഘാതത്തെ തുടർന്ന് മകൻ മനോജ് മരിച്ചതു മുതൽ ഭാരതിരാജയുടെ ആരോഗ്യം ഗുരുതരമായിരുന്നു. അടുത്തിടെ സഹോദരൻ ജയരാജ് പെരിയമദേവർ ഭാരതിരാജയുടെ മാനസികാരോഗ്യം ഇപ്പോഴും വളരെ മോശമാണെന്നും ആ നഷ്ടം താങ്ങാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ലെന്നും വെളിപ്പെടുത്തിയിരുന്നു. രാജ്യസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോൺഗ്രസിന് കനത്ത തിരിച്ചടിയായി മധ്യപ്രദേശിൽ നിന്നുള്ള ഏക സ്ഥാനാർത്ഥി മീനാക്ഷി നടരാജന്റെ നാമനിർദ്ദേശ പത്രിക ചൊവ്വാഴ്ച സൂക്ഷ്മ പരിശോധനയ്ക്കിടെ തള്ളി. കേസ് വിവരങ്ങൾ മറച്ചുവെച്ചുവെന്ന് BJP പരാതിയിലാണ് നടപടി. ഏകപക്ഷീയ നടപടിയെന്ന് കോൺഗ്രസ് ആരോപിച്ചു. കോടതിയെ സമീപിച്ചേക്കുമെന്നും കോൺഗ്രസ് വൃത്തങ്ങൾ അറിയിച്ചു. മീനാക്ഷി നടരാജൻ മത്സരത്തിൽ നിന്ന് പുറത്തായതോടെ BJPയുടെ 3ാമത്തെ സ്ഥാനാർത്ഥിയായ മഹേഷ് കെവാട്ട്, പാർട്ടിയുടെ പ്രാഥമിക സ്ഥാനാർത്ഥികളായ തരുൺ ചുഗ്, രജനീഷ് അഗർവാൾ എന്നിവർക്കൊപ്പം എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജൂൺ 13 മുതൽ 19 വരെ ഫ്രാൻസ്, സ്ലോവാക്യ എന്നീ രാജ്യങ്ങളിൽ ഔദ്യോഗിക സന്ദർശനം നടത്തും. തുടർന്ന് ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിയിലും അദ്ദേഹം പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ജൂൺ 14 ഫ്രാൻസിൽ വെച്ച് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണുമായി പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. അടുത്തിടെ ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് ഉയർത്തിയ ഇന്ത്യ ഫ്രാൻസ് തന്ത്രപ്രധാന ആഗോള പങ്കാളിത്തത്തിന്റെ പുരോഗതി ഇരു നേതാക്കളും വിലയിരുത്തും. ജമ്മുകാശ്മീരിലെ പുഞ്ച് ജില്ലയിലെ ഇന്ത്യൻ വ്യോമാതിർത്തിയിലേക്ക്
അതിക്രമിച്ചു കയറിയ പാകിസ്ഥാൻ ഡ്രോൺ നേരെ ഇന്ത്യൻ സൈന്യം ചൊവ്വാഴ്ച വെടിയുതിർത്തതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു. തിങ്കളാഴ്ച രാത്രി വൈകി മെന്ദാർ സെക്ടറിലെ ബാലക്കോട്ട് പ്രദേശത്തെ ഇന്ത്യൻ പോസ്റ്റുകൾക്ക് മുകളിലൂടെ ഡ്രോൺ കണ്ടെത്തിയതിനെ തുടർന്ന് നിയന്ത്രണ രേഖയിൽ LOC നിലയുറപ്പിച്ച സൈനികരിൽ നിന്ന് ഉടനടി മറുപടി ലഭിച്ചു. ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് ഡ്രോണിന് നേരെ സൈനികർ 9 റൗണ്ട് വെടിയുതിർത്തു. ഹോർമുസ് കടലിടുക്കിന് മീതെ നിരീക്ഷണ പറക്കൽ നടത്തുകയായിരുന്ന 333 കോടി രൂപ വിലയുള്ള US-ന്റെ അപ്പാച്ചെ ഹെലികോപ്റ്റർ വെടിവെച്ചിട്ട് ഇറാൻ. ഇക്കാര്യം US പ്രസിഡന്റ് ട്രംപ് തന്നെയാണ് വെളിപ്പെടുത്തിയത്. അപകടത്തിൽ നിന്ന് 2 US പൈലറ്റുമാർ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടുവെന്നും ട്രംപ് പറഞ്ഞു. പിന്നാലെ ഇറാനിയൻ ലക്ഷ്യങ്ങളിൽ US സൈനിക ആക്രമണം നടത്തി. ഹോർമുസ് കടലിടുക്കിന് ചുറ്റുമുള്ള നിരവധി ഇറാനിയൻ വ്യോമ പ്രതിരോധ റഡാർ സംവിധാനങ്ങളെ അമേരിക്കൻ സൈന്യം ലക്ഷ്യമിട്ടതായി ഒരു US ഉദ്യോഗസ്ഥൻ ആക്സിയോസിനോട് പറഞ്ഞു. ഹെലികോപ്റ്റർ വീഴ്ത്തിയതിന് മറുപടിയായി US സെൻട്രൽ കമാൻഡ് ഈ ആക്രമണങ്ങളെ സ്വയം പ്രതിരോധ നടപടികളെന്ന് വിശേഷിപ്പിച്ചു. പാക് അധീന കാശ്മീരിലെ തദ്ദേശീയ രാഷ്ട്രീയ കൂട്ടായ്മകളുടെ സഖ്യമായ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റിയെ ഭരണകൂടം നിരോധിച്ചതിന് പിന്നാലെ മേഖലയിൽ യുദ്ധസമാനമായ സാഹചര്യം. സുരക്ഷാ സേനയും പ്രക്ഷോഭകരും തമ്മിൽ വിവിധ നഗരങ്ങളിലുണ്ടായ ആയുധമേന്തിയ ഏറ്റുമുട്ടലുകളിൽ 30-ലധികം പേർ കൊല്ലപ്പെട്ടു. 200-ലധികം പേർക്ക് ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ടെന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ചൈനയുടെ വിപുലമായ പിന്തുണയോടെ പാകിസ്ഥാൻ തങ്ങളുടെ ബഹിരാകാശ നിരീക്ഷണ ശേഷികൾ അതിവേഗം വികസിപ്പിക്കുകയാണ്. വെറും 16 മാസത്തിനുള്ളിൽ 6 ഭൗമ നിരീക്ഷണ ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചു. ഇന്ത്യൻ പ്രദേശം പതിവായി നിരീക്ഷിക്കാൻ കഴിവുള്ള ഒരു കൂട്ടം നക്ഷത്ര സമൂഹത്തെയാണ് ഇവർ ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ജന്മഭൂമി.